കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. മികച്ച രണ്ട് സ്ഥാനാർത്ഥികളും അവർക്ക് പിറകിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിലയുറപ്പിക്കുകയും രാജിവെച്ച എം.എൽ.എ. പി.വി. അൻവറും മത്സര രംഗത്തിറങ്ങിയതോടെ കടുത്ത രാഷ്ട്രീയ മത്സരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. വിജയിക്കുക എന്നത് യു.ഡി.എഫിൻ്റെയും എൽ.ഡി.എഫിൻ്റെയും ഒപ്പം പി.വി. അൻവറിൻ്റെയും അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഈയൊരു സാഹചര്യത്തിലാണ് എം. സ്വരാജ് ജയിക്കുമെന്ന് ബി.ജെ.പി. അനുകൂല മാധ്യമ നിരീക്ഷകൻ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബി.ജെ.പിക്ക് വേണ്ടി സുപ്രസാദാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തുടക്കം മുതലേ കാണിക്കാത്ത ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ ബന്ധമുണ്ടെന്ന് യു.ഡി.എഫ് ആരോപിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സാമൂഹ്യ മാധ്യമ കുറിപ്പ് വരുന്നത്. അതിൽ നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും, കൂടാതെ അടുത്ത 10 മാസം മന്ത്രിയുമാകും. കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം ബി.ജെ.പിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വിട്ടുനിൽക്കും. 2026 തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന യു.ഡി.എഫിന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂർ. മൂന്നാം ഊഴത്തിലൂടെ സി.പി.എമ്മിന്റെയുമെന്നാണ് ഷിബു പ്രസാദിന്റെ കുറിപ്പിലുള്ളത്. അതിനിടെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കനക്കവേ യു.ഡി.എഫ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിലെ ഒരംഗവും പങ്കെടുക്കാത്തതും ചർച്ചയാകുകയാണ്. പാണക്കാട് കുടുംബവുമായുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ അകൽച്ചയാണ് ഇതിന് കാരണമെന്നാണ് വ്യാപക പ്രചാരണം. ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തുമെല്ലാം ഇതിനു മുൻപ് പലപ്പോഴും പാണക്കാട് കുടുംബത്തെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്നു. പൊതുവെ മതനേതൃത്വം എന്ന നിലയിൽ പാണക്കാട് കുടുംബത്തെ മുസ്ലിം ജനവിഭാഗം കാണുമ്പോൾ അവരെ രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ മാത്രമാണ് ആര്യാടൻ മുഹമ്മദ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടലിനും ഇടയാക്കിയിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് നിർമ്മിച്ച ചില സിനിമകളിൽ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്നതായും പാണക്കാട് തങ്ങൾമാരെ അപമാനിക്കുന്നതായും പി.വി. അൻവർ ആരോപിച്ചിരുന്നു. രാഷ്ട്രീയ നിലപാടുകളിലും സാമൂഹ്യ വിഷയങ്ങളിലുമുള്ള വ്യത്യാസങ്ങൾ ആര്യാടനും പാണക്കാട് കുടുംബവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കിയിരുന്നു. ആര്യാടൻ മുഹമ്മദ് മതേതര രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ പാണക്കാട് കുടുംബം മുസ്ലിം ലീഗിന്റെ മതപരമായ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടർന്നിരുന്നു. ഇക്കുറി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഷൗക്കത്ത് പാണക്കാട്ടെത്തി അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. ലീഗിന്റെ പിന്തുണയില്ലാതെ നിലമ്പൂരിൽ ജയിക്കുക എളുപ്പമല്ലെന്നതിനാലാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. ഇതിനുശേഷവും കൺവെൻഷനിൽ പങ്കെടുക്കാതെ പാണക്കാട് കുടുംബം മാറി നിന്നതാണ് യു.ഡി.എഫ് കേന്ദ്രങ്ങളിൽ അമ്പരപ്പുണ്ടാക്കിയത്. യു.ഡി.എഫ് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ ഷൗക്കത്തിന്റെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ജൂൺ 19 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.